എല്ലാ ദൈവങ്ങൾക്കും ഞാൻ അപ്പൊ നമ്മൾ ഇന്നൊരു മേക്കപ്പ് ചാലഞ്ച് ആയിട്ട് വരുവാടെ എന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് എൻ്റെ മുഖത്ത് മേക്കപ്പ് ഇടിപ്പിക്കും. ഓക്കെ, എത്രത്തോളം ഇവന് മേക്കപ്പ് ഇടാൻ അറിയാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫ്ലോലെസ് ഗ്ലോ, കാരണം ഇതിൽ കുറേ വാക്കുകളുണ്ട് എക്സ്ട്രാ. മോർ വാക്കുകൾ മീൻസ് മോർ നല്ലത്. ദിസ് ഇസ് ലൈക്ക് ഡയറക്ഷൻസ് പോലെ. ഒന്ന് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4, പിന്നെ നടുക്ക്. ഇനി ഓരോ സ്പ്രെഡ് ചെയ്തു. കയ്യിലും കൂടെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര കെയറിങ്. അത്രയ്ക്ക് കൂടുതലെടുത്ത് ഒറ്റ ഒരു സ്ക്വീസാ ചെയ്യാ. അത് സെറ്റ് ചെയ്യാ. നിക്ക് കൈ കഴിക്കുക. ചുമ്മാ തന്നെ കഴിക്കരുത്. മോയ്സ്ചറൈസറിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അടുത്തത് ഫൗണ്ടേഷൻ. അതറിയിക്കാം, പക്ഷെ ഫൗണ്ടേഷൻ എങ്ങനെ ഇടും എന്നേക്കാണ്. പക്ഷെ ഫൗണ്ടേഷൻ കണ്ടിട്ട് തീരുമാനിക്കും. ലൂമി മാറ്റ് ഫൗണ്ടേഷൻ. ഇത് ടോണർ. ഇത് വേണം. ടോണർ വരുമോ? എൻ്റെ ചോയ്സാണ്. എന്തോ റൈസ് സെറമൈഡ് മോയ്സ്ചറൈസിങ് ടോണർ. നെല്ലിൻ്റെ പടമൊക്കെ എടുത്ത് വരച്ച് വെച്ചിട്ടുണ്ട്. കൊറിയനോ ജപ്പാനീസോ ആണ് ബാക്കി. മോയ്സ്ചറൈസർ കൂടിപ്പോയ കാരണം ഞാൻ 4 തുള്ളി എന്ന് പറഞ്ഞാൽ 4 ദിക്കുകൾക്ക്. അതുപോലെ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഇനി അത് A few moments later. ഐബ്രോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കാം. ഇതൊന്നും എനിക്ക് വശമുള്ള കാര്യമില്ല. ഈ വീഡിയോ കണ്ട ചേച്ചി എന്താണോ പറയാൻ പോകുന്നത്. കുറേ പുള്ളിയും എനിക്കുണ്ടാവും ചേച്ചിയുടെ. ഓക്കെ, ഇപ്പോൾ മോയ്സ്ചറൈസറും ടോണറുമായി എല്ലാം യൂണിഫോമായിട്ട് എനിക്ക് തോന്നണം. എക്സ്ട്രാ ഇവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ. ഇതിന് ഫൗണ്ടേഷൻ എഴുതിയിട്ടുണ്ട്. മൾട്ടി ലെയർ ഫേസ് സ്റ്റിക്കിൻ്റെ സിംഗിൾ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു വൈബ് തരുന്നില്ല. വേറെ കൺസീലർ അല്ലാതെ എനിക്കറിയാം. ഇത് ഫേസ് പെയിൻ്റാണ്. അത് കണ്ടപ്പോൾ മനസ്സിലായി. ഇതെന്തോ വാക്സ് പൗഡറോ വാക്സ് ക്രീമോ ഒന്നുമില്ല. ഫൗണ്ടേഷൻ ഇതും ഇതൊന്നും പേര് എന്താണെന്ന് എന്താ ചെയ്താത്ത മനീഷ് മൽഹോത്രയോ അത് മാത്രമേ അത് കൂടാണ്ട് മൈഗ്ലാമെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൊന്നും എഴുതിയിട്ടുണ്ട്. അത് ന്യൂട്രൽ മേപ്പിൾ എഴുതിയിട്ടുള്ളൂ. കളർ മാത്രമേ. ഇപ്പോൾ ഇത് എന്ത് പ്രോഡക്റ്റാണ് എങ്ങനെ അറിയാം ആൾക്കാർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ? അതിൻ്റെ ഷേപ്പ് കണ്ട് മനസ്സിലാക്കണം. ഞാനെ പൊട്ടിച്ചോ? ഇല്ല ഇങ്ങനെ വരികയാണെങ്കിൽ ദിസ് ഇസ് നെവർ ഫൗണ്ടേഷൻ. ദാറ്റ് ഇസ് ഫോർ ഷുവർ. എനിക്ക് ഉറപ്പാണ് ഇത് ഫൗണ്ടേഷൻ. ഇതിന്റെ പാക്കേജിങ്ങിന്റെ പ്രശ്നമാണ്. ഞാൻ പൊട്ടിച്ചതൊന്നുമല്ല. ഞാൻ ഇത്രയും നാളായിട്ട് എൻ്റെ കൂടെ ഉള്ള സാധനം അത് പൊട്ടിയിട്ടില്ല. ഓക്കെ, ബേസിക്കലി ഫൗണ്ടേഷൻ്റെ പേരുള്ളത് ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇതിലെന്തോ മേബ്ലിൻ ന്യൂയോർക്ക്
30H എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഊഹത്തിൽ ചിലപ്പോൾ അപ് ടു 30H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മണിക്കൂറിനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത് വെറും തെറ്റാണ്. ഒരു പ്രൊഡക്റ്റ് അങ്ങനെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് ഒരിക്കലും അതുവരെ നിൽക്കില്ല. അപ്പോൾ 30 മണിക്കൂറാണെങ്കിൽ മേ ബി 10 മണിക്കൂറായിട്ട് നിൽക്കുമായിരിക്കും. എന്താ നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് യൂസ് ഉണ്ടോ നമുക്ക് എഴുതിയിട്ട് ഇതിലെവിടെയും കാണുന്നില്ല ഡയറക്ഷൻ ഓഫ് യൂസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രഷ് എടുത്ത് തേക്കാവും. ഈ ഇതെന്ത് പറ്റിയില്ല ഇതാണ് നോക്കട്ടെ. ഇതേപോലത്തെ സാധനമാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇത് ബ്രഷിലേക്ക് നേരെ ഇട്ടിട്ട് ചെയ്യാന്നാണ് എൻ്റെ ഊഹം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. എനിക്ക് പേടിയുണ്ട്. ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം എന്തായാലും തൽക്കാലം ഇത്ര എൻ്റെ ഭാഗത്തുണ്ട്. ഞാൻ കുറച്ച് ബ്രഷ് എടുത്ത് ഇങ്ങനെ ആക്കി എന്നിട്ട് ഇവിടെ തേച്ചോ. സെറ്റ് മനസ്സിലായി. അപ്പോൾ എൻ്റെ കയ്യിലിടാതെ നിങ്ങളുടെ കയ്യിലിട്ട് ഇവിടെ ഇടുമ്പോൾ പക്ഷേ ഇതിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വര 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 വരുന്നുണ്ട് സ്ട്രെയിറ്റ്. അത് പിന്നെ എപ്പോഴും നോക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഇത് ഫുള്ള് ഫേസ് കവർ ചെയ്ത രീതിയിലാണ് ഇടാം. ഇവളാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. ഇത്തിരി കൂടി പോയി. പക്ഷെ കൂടുന്നത് വലിയ സീനൊന്നുമില്ല. മേക്കപ്പ് അല്ല. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. കാരണം ഈ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ ഇത് യൂണിഫോം ആയിട്ടല്ല വരുന്നത്. ഇതൊരു വര 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 ഇപ്പോൾ വീഡിയോയിൽ വരുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ഒരു ഈ ബ്രഷിൻ്റെ ഈ ബ്രിസിൽസ് കാണാറുണ്ട്. ഇടയ്ക്കുള്ള ഗ്യാപ്പ് അതേപോലെ തന്നെ അവിടെയും വരുന്നുണ്ട്. വേറെ ബ്രഷുകളുണ്ടല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു തരികയാണ്. ആദ്യം നമുക്കൊരു ലെയർ ഓഫ് ഇതിങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ സോഫ്റ്റ് ആക്കാനുള്ള പ്ലാൻ ചെയ്ത് വെക്കാം. എനിക്കിപ്പോൾ മനസ്സിലായി ഇത് ബ്രഷ് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വര വര വരുന്നതാണ്. വര വര വരാണ്ടിരിക്കാനായിട്ട് ഒരു സോളിഡായിട്ടുള്ള ഫുള്ള് ഒരു ബ്രഷ് പോലെ അല്ലാതെ ഇങ്ങനെ ഫുൾ സോളിഡായിട്ടുള്ള എന്തെങ്കിലും വേണം. ഇതിൻ്റെ കളറ് ഈ സാധനത്തിൻ്റെ കളറ് ആ കളർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ കഴുകേണ്ടത് നമുക്കിത് ചെയ്ത് നോക്കാം. ഈ ചെയ്തിട്ട് ഇത് പൂവാണോ ചെയ്യുന്നത്? ഒരു മിനിറ്റ്. അല്ല ഓക്കെ കോച്ച് ഞാനായിട്ടങ്ങ് ഉരച്ചപ്പോൾ അത് പൂവായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ കുത്തി കുത്തി കുത്തിയ യൂണിഫോം ആണെങ്കിൽ കാണുന്നുണ്ട്. ഓക്കെ നമുക്ക് നെറ്റ് നോക്കാം. ഇതെല്ലാം മസാജിങ് പോലെ ഉണ്ട്. എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങുന്നത് മേക്കപ്പ് ഈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലാബിലൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്, ഒരു സയൻസ് പോലെയാണ് എനിക്ക് മനസ്സിലായി. ചെയ്യുക, മനസ്സിലാവുക എന്താ സംഭവിക്കുക എന്നുള്ളത്, എന്നിട്ട് സോൾവ് ചെയ്യുക. പക്ഷേ ഈ ഫൗണ്ടേഷനൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. കാരണം ബിക്കോസ് ഓഫ് മൈ സിസ്റ്റർ ഒബിയസ്ലി. ഓക്കെ, ഞാനത് ഫൗണ്ടേഷൻ എടുത്ത് കളഞ്ഞോ ഇല്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് നല്ലൊരു യൂണിഫോം ലുക്ക് പോലെ തോന്നുന്നുണ്ട്. എന്ത് തോന്നുന്നു ഗൈസ്? ഓക്കെ, ഈ ഡാർക്ക് സ്പോട്ടുകൾ കുറച്ച് ഈക്വൽ കളറാക്കണം ഫൗണ്ടേഷൻ്റെ. അതിന് കൺസീലറാണ്. പക്ഷേ ഇതിലിവിടെ ഒരു സാധനം കിടക്കുന്നുണ്ട് കൺസീലർ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദിസ് ഈസ് കൺഫ്യൂസിങ്. ഇതിലിപ്പോൾ ഏത് കളർ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ഈ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് വലിയ കൺഫ്യൂഷനാണ്. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡാർക്കായിട്ടുള്ള കിടക്കുന്ന കുറച്ച് സ്പോട്ടുകളെ ഈ ഫൗണ്ടേഷൻ അതേ കളറിലേക്ക് കൊണ്ടുവരണം. ഇതിന് അവൾ ഓൾറെഡി കുറച്ച് യൂസ് ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ട് കുഴികളൊക്കെ ഇവിടെ കാണാൻ ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ കേട്ടോ ഓറഞ്ചും ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിലും ഓറഞ്ചിൻ്റെയും മഞ്ഞ കളറിൻ്റെയും ഭാഗം കുറച്ച് ഞാൻ ഊരിയോട്ടെ. ഓറഞ്ചിൻ്റെ ഇതും അവിടെ എന്തോ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരി. എടാ നിന്റെ ഗട്ട് ഫീലിംഗ് വെച്ച് ചെയ്യും. എനിക്ക് കളർ തിയറി അറിയാമെങ്കിൽ ഞാൻ ചെയ്തേനെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡാർക്കായിട്ടുള്ള കളറ് ഈ ഫൗണ്ടേഷൻ ആക്കണമെങ്കിൽ ചിലപ്പോൾ ഈ ഓറഞ്ചിൻ്റെ എനിക്ക് വേണ്ടി വരിക. കാരണം ഡാർക്കായി അത്രയും ബ്രൈറ്റ് ആക്കണം, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ സാധനം കുറേ വലിയ ബ്രഷ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞി ഫോക്കസ്ഡ് ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് അതെ ഇതാണ് വേണ്ടത്. ഇതിപ്പോൾ 3 എണ്ണം ഉണ്ട്. ഇതിലിപ്പോൾ ഏത് ടിപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ വലിയ കൊടുത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്
ഇതൊരു കണ്ടിട്ട് ബ്രഷ് പോലെ തോന്നും. ആ ഇത് മതി. ഇത് മറ്റേ ഈ സ്പോഞ്ചിൻ്റെ അതേ ഒരു സംഭവം പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു സ്പോട്ടായ കാരണം ഇതെടുക്കുക, ഇതിന് കുറച്ചിങ്ങനെ തോണ്ടുക, ഇതിനവിടെ ഓക്കെ. ഭയങ്കര ഓറഞ്ച്. ഇത് ശരിക്കും ഒരു RSSൻ്റെ ഓറഞ്ച് കറക്റ്റായിട്ട്. പക്ഷെ ഇത് ബ്ലെൻഡ് ആവുന്നില്ല. പക്ഷെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കുറച്ചധികം ബ്ലെൻഡായി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് ഫൗണ്ടേഷന് ഭയങ്കര ഡിഫറെൻറ്റ് കളറായിരിക്കും. ഇതിൽ കൺട്രോൾസ് ഇല്ല. ഇല്ല ആക്ച്വലി ഇത് കുറച്ച് കുറഞ്ഞോട്ടോ. അതെ ആ ഓറഞ്ച് ഞാൻ പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ച്. പക്ഷെ ആ ഡാർക്ക് സ്പോട്ടിൻ്റെ ഇത് ഇപ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട്. അത് മാറുന്നില്ല. ഏത് കളർ ഉപയോഗിക്കാമെന്ന് എനിക്കൊരു പിടിയില്ല. എന്നാൽ ഇത് വർക്കാവാത്ത സ്ഥിതിക്ക് ഇതിന് ഓൾറെഡി ഓറഞ്ച് കളർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നത് ഈ സാധനം. ഓക്കെ, ഇതേ സ്പോട്ടിൽ ഞാൻ ഇടാൻ പോവാണ്. എന്നിട്ട് കംപ്ലീറ്റ്ലി കൺസീൽ ആയെന്നുള്ള ഫീലൊന്നും എനിക്ക് വരുന്നില്ല. പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാളും ഒരു എന്താ പറയുക, ഒരു 50% കുറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ട് എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് താല്പര്യമില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഈ സാധനം കൊണ്ട് യൂസ് ചെയ്തിട്ട് ഇവിടെ തന്നെ കൊല്ലും. ആ അത് ഫുള്ളായിട്ട് കൺസീലായില്ല. എനിക്ക് പറ്റാതെ ഞാൻ ചെയ്യും. ഈ വേറെ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട് ഉണ്ടാവും നോക്കട്ടെ. ഇവിടെ ഉണ്ട് കുറച്ച്. ഇവിടെ ഇതൊന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാം ഓറഞ്ചും ഈ കളറും കൂടെ ഒരുമിച്ച് അങ്ങ് തലന്ന് ഇട്ട് തലനാലോചിക്കുക. കുറച്ച് മിക്സ് ആയിട്ട് നോ ഇവിടെ ക്ലയൻറ്റിന് സംസാരിക്കാൻ അറിയാമല്ല. ഇവിടെ ഇവിടെയും കുറച്ചിടാം, ഇവിടെയും കുറച്ചിടാം. എന്നിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമായത് ഈ സ്പോഞ്ച് പോലത്തെ സാധനമാണ്. ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് കളർ തോന്നാതിരിക്കാൻ ഞാൻ ആ സാധനം പിടിച്ച് ഫുള്ളത് സ്പ്രെഡ് ചെയ്യാണ്. ഹോപ്പ്ഫുള്ളി ആ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് അത് ശരിക്കുള്ള കൺസീലറായിട്ട് വർക്ക് ആവുന്നതാണ് എൻ്റെ ഒരു ഊഹം. ഇത് ആക്ച്വലി നല്ലോണം വർക്ക് കംപ്ലീറ്റ് പോയി. ഇതിൻ്റെക്കാളും ബെറ്റർ മേക്കപ്പ് ആയിട്ട് സ്കാനാണ് കേട്ടോ. എനിത്തിങ് ക്യാൻ ബി സോൾവ് വിത്ത് സയൻസ്. അപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതേ ഈ സാധനത്തിൻ്റെ ഓറഞ്ചും ഈ ക്രീമും കൂടെ മിക്സ് ചെയ്താൽ അടിച്ചാൽ മതി. എന്നിട്ട് ഇത് എടുത്ത് കുത്തുക, സെറ്റ്. അത് നല്ലോണം പോയി. ആ ഭാഗത്ത് ഡാർക്ക് സ്പോട്ട് ഉണ്ടെന്നല്ല ഇപ്പോൾ പറയില്ല ശരിക്കും. ഈ ഭാഗത്ത് ഇങ്ങനെ നല്ലോണം വർക്ക് ആയി എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ കുറച്ച് വർക്ക് ആവാറുണ്ട്, പക്ഷെ അവിടുത്തെ നല്ലോണം വർക്ക്. എൻ്റെ അറിവിൽ ഇനിയാണ് നമ്മൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫേസിലെല്ലാം കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, മറ്റേ ക്യാൻവാസ് പോലെയാണ് നമ്മൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം. മൂക്കിൻ്റെ അവിടെ കോണ്ടൂർ ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഇവളൊരു റീല് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളത് റെസ്റ്റോറൻറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ റീലുണ്ട് ഒരു ചെറുക്കൻ്റെ ഏതൊരു ഭയങ്കര ഫേമസ് ആയി പൊളിക്കാൻ എന്തോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. മറ്റേ എന്തോ കളറിട്ട ഇങ്ങനെ ഇതാക്കിയ. അപ്പോൾ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങുന്നത് എനിക്കറിയില്ല. താഴെ നിന്ന് മുകളിലേക്ക് പോകണോ അത് മോളിൽ താഴെ പോകുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ കൈ ഇങ്ങനെ തട്ടാതിരിക്കാനുള്ള ചാൻസ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ടെക്നിക്ക് തന്നെ മോളിൽ നിന്ന് താഴേക്ക്. അപ്പോൾ കണ്ണിൽ വെച്ച് ഐബ്രോ വെച്ചാണ് തുടങ്ങുന്നത്. ഈ ഐബ്രോ വരയ്ക്കാനായിട്ടൊരു കറുത്ത എന്തോ ഒരു അതെല്ലാം കറുപ്പായിരിക്കണം എന്നില്ല. ഇവിടെ ഉണ്ടോ സാധനം? ടേബിൾ ഉണ്ടോ?
സോറി, ഇതിൻ്റെ ഇടയിൽ ഒരു പെൻസിൽ പോലെ സാധനം ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഐബ്രോ പെൻസിൽ അതന്നെ. ഇതിങ്ങനെ ഒരു നോട്ടെ. ഓക്കെ, ഈ അറ്റത്ത് ഇതാ ഇങ്ങനെ സാധനമുണ്ട്. ഇതാണോ അതോ ഇപ്പുറത്തെ അറ്റത്തൊരു ഈ ഒരു സാധനത്തിൽ ഇതായിരിക്കില്ല ആദ്യം. കാരണം ഇത് ബ്രഷ് ഉള്ള സ്ഥിതിക്ക് ചിലപ്പോൾ മറ്റേ ചെയ്ത് ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ ഷേപ്പിങ് ആദ്യം ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം നമ്മൾ കളർ ചെയ്യുമ്പോൾ ഷേപ്പ് മാറും. സോ ടെക്നിക്കലി ആദ്യം കളർ ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ ലോജിക്ക്. അവിടെ എന്ത് ഇതെങ്ങനെ പിടിക്കും? അതിന് അറ്റത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഞാൻ നശിപ്പിച്ചു. എൻ്റെ കൈ കൊണ്ടാൽ കുറേ സാധനങ്ങളൊക്കെ നശിക്കാറുണ്ട്. എൻ്റെ അമ്മയും ചേച്ചിയുടെ കൈ കൊണ്ടുള്ള സാധനം നശിക്കുന്നതൊക്കെ. ഇതാണ് സാധനം. ഫോക്കസ് ആവുന്നില്ല, പക്ഷേ അത് ബേസിക്കലി ആദ്യം വെച്ച് ഇത് വെച്ച് ഞങ്ങളൊരു വര വരയ്ക്കാൻ പോവാണ്. ദൈവം കത്തോളനെ ഞാൻ ഒന്നും ചെയ്തില്ല. ഐബ്രോ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം വരയ്ക്കാൻ പോവാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പൊട്ടി തിരിച്ചു പോകുന്നില്ല. അതിന്റെ റൊട്ടേറ്റിംഗ് സാധനം പൊട്ടി. ഇത് എന്തോന്നാ പൊട്ടി? അതും പൊട്ടി. പവർ കൊടുത്താൽ അപ്പം തന്നെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ചെയ്തോളൂ. എനിക്കിത് വരയ്ക്കുമ്പോൾ ഓക്കെ ചെറുതായിട്ട് പെയിൻറ്റ് വരുന്നുണ്ട്. അത് തെറ്റിപ്പോയിട്ട് അത് ഐബ്രോയുടെ താഴെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് പെയിൻറ്റ് ആവുന്നുണ്ടെന്ന് തന്നെ. നേരത്തെ ഓക്കെ 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 പൊട്ടി പൊട്ടി പൊട്ടി. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഐബ്രോൻ്റെ നല്ല ഫോഴ്സിലാണ് വരയ്ക്കുന്നത്. വരയ്ക്കാൻ ഞാൻ പണ്ടേ ഫെയിലാണ്. ഞാൻ എൻ്റെ ഇതിൽ തടിയുള്ള ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് നേരെയും മറ്റേ അറ്റത്തറ കൂർമതത്തറ അറ്റം എത്തുമ്പോഴേക്കും തടി കുറച്ച് ഇങ്ങനെ തിരിക്കാനാണ് പ്ലാൻ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങനെ വന്ന് ഓക്കെ നല്ല വൃത്തിയുടെ ഉണ്ട്. മീശ അതല്ല ജഗതിയുടെ അത് ഇതേപോലെ ഉണ്ട്. പക്ഷെ എനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് അവിടെ പടർന്ന് ഇനി നമുക്ക് പിന്നെ നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഭാഗം ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ കുറച്ചായിട്ട് ചെയ്യുള്ളൂ. ഇവിടെയും കുറച്ച് തെറ്റിപ്പോയി. പക്ഷേ മതി, നീ അധികം എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ശരിയാവില്ല ചെയ്തു. ആണോ? അത് ഭയങ്കര കൂടുതൽ ആൾക്കായി പോയതാ. അത് നമുക്ക് മാറ്റും. നല്ല വ്യത്യാസമുണ്ട്. നല്ല വൃത്തിയോടായിട്ടുണ്ട്. എത്ര ചെയ്തിട്ട് അത് ഉണ്ടാവുന്നില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ ചെയ്യുന്ന പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് നല്ല വൃത്തിയായിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കും. പോട്ടെ, ആദ്യമായിട്ടല്ല കുഞ്ഞു പിള്ളേർക്ക് കണ്ണെഴുതി ശരി. അതേപോലെ ഉണ്ട്. കുറച്ച് കൂടിപ്പോയി. എല്ലാം അറിഞ്ഞിട്ടല്ലോ ദൈവം നമ്മളെ ഇങ്ങോട്ട് ഭൂമിക്ക് വിടുന്നത്. നമ്മളെ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ ഭാഗം ഇതിൻ്റെ കൂടെ തന്നെ തന്നതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ഈ ബ്രഷ് പോലത്തെ സാധനം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഷേപ്പ് ചെയ്യാനായിരിക്കും. പക്ഷെ ഇത് വെച്ച് എങ്ങനെ ഷേപ്പ് ചെയ്യാൻ ഇങ്ങനെ പൊടിച്ചാൽ മതി. എന്താവും ഞാൻ ഓരോന്നും ചെയ്ത് പോകട്ടെ. അപ്പം എന്താ സംഭവിക്കുന്നത് എന്നിട്ട് എൻ്റെ തീരുമാനം ഞാൻ നോക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും തോന്നില്ല. അവിടെ ഈ ഭാഗത്ത് ചിലപ്പോൾ വലിയ വ്യത്യാസം. ഈ ഭാഗത്ത് വ്യത്യാസമുണ്ട്. ഈ കളർ ഞാൻ ഇട്ടപ്പോൾ കൂടിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ഈ അറ്റത്ത് ഭയങ്കര വൃത്തിയായിട്ട് തോന്നുന്നത്. ബാക്കി കുഴപ്പമില്ല. കുറച്ച് കളർ കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. എക്സ്ട്രാ വന്ന കളർ എടുത്ത് കളയാനാണ് ഈ ഭക്ഷണം എൻ്റെ ഊഹം. അങ്ങനെ എൻ്റെ ഒരു ഐബ്രോ പെൻസിൽ അവർ കേടാക്കി.
പുതിയതായിരുന്നു, പുതിയത് ചേച്ചി തന്നതാ, പുതിയത്. ഞാൻ ആകെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതേ ഉള്ളൂ. സാരമില്ല. ഇനി തിരിച്ച് എൻ്റെ കോൺസെൻട്രേഷനിലേക്ക്. ഓക്കെ, ഐബ്രോ സെറ്റായി കഴിഞ്ഞാൽ അടുത്തത് കണ്ണ്. കണ്ണിൽ മസ്കാര ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ മസ്കാര ഈ കൺപീലയുടെ ഭാഗത്ത് ഇടുന്നില്ല. അപ്പോൾ കണ്ണിൻ്റെ മുകളിലൊരു സാധനം ഇടും. ഇവിടെ ഒരു ഗ്ലിറ്ററി സാധനം കാണുന്നുണ്ട്. ഇതിൽ ഐ പിഗ്മെൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടിട്ട് ഇതേപോലെ സാധനം, പക്ഷേ ഇതിലെടുത്ത് അങ്ങ് തേച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര വൃത്തികേടാവുമെന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ എന്താ ഇടാൻ പോവാം. അതെ, എന്തുവാണ് ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നത്, അതൊന്നും അവര് വേണ്ട. എന്തൊക്കെ ഇരിക്കുന്നു? ഓ സോറി, ഇതിൽ വലിയൊരു ബോക്സ് ഇവിടെ ഇരിക്കുന്നത് ഐ ഷാഡോ പല. പക്ഷേ ഇതിപ്പോൾ ഇടുന്ന ഡ്രസ്സിനനുസരിച്ചാണ് തോന്നുന്നു ഐ ഷാഡോ കളർ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മേ ബി ടു കോംപ്ലിമെൻറ്റ് വേറെ കളർക്ക് എനിക്ക് വലിയ കളർ സെൻസ് ഒന്നുമില്ല. അത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ കളറിനോട് ചേർന്നിട്ടുള്ള ഒരു ഐ ഷാഡോ ഇടാനാണ് എൻ്റെ തീരുമാനം. നിന്റെ മുഖം എന്താ ഇരിക്കുന്നത്? നിന്റെ മുഖം കുഴപ്പമില്ല, ഇട്ടോ. ഈ അറ്റത്തുള്ള ഏകദേശം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് ഒരു ഗ്ലോ ഇല്ല. പക്ഷെ ഇവിടെ ഉള്ളതിന് ഒരു കുറച്ച് ഗ്ലോ ഉണ്ട് ഈ മൂന്നാമത്തെ സാധനത്തിൽ. അപ്പം അതെടുക്കാം. പക്ഷെ ഇങ്ങനത്തെ ഇടുമ്പോൾ ഇതിപ്പോൾ ബ്രഷ് ചെയ്ത് ഓക്കെ. ഇനിയിപ്പോൾ ബ്രഷ് ഇട്ടൊരു സീനാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊരു ഈ സാധനം ഉണ്ട്, എടുത്ത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എൻ്റെ പ്രോബ്ലം സോൾവർ ഇതാണ്. അപ്പോൾ ഇതുള്ള സ്ഥിതിക്കാണ് എൻ്റെ ഭയങ്കര അഹങ്കാരം. ഓക്കെ, 3 ഓപ്ഷനുകളാണ് എൻ്റെ മുന്നിലുള്ളത്. ഒന്ന് ഇത്, പക്ഷെ ഇത് ഭയങ്കര വലുതാണ് അവളുടെ കണ്ണിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ. ദിസ് വിൽ ബി ടു മച്ച്. അപ്പോൾ ഇങ്ങനൊരു സാധനമുണ്ട്. എനിക്കിതിൻ്റെ ഇതിൻ്റെ ഷേപ്പ് ഇഷ്ടപ്പെട്ടു, ഈ സാധനത്തിൻ്റെ. അല്ലെങ്കിൽ ഇത് വേണം, ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ തിരിച്ച് ചെയ്യാൻ പോവാം. 2 കണ്ണുള്ള സ്ഥിതിക്ക് ഞാൻ ഒരെണ്ണം ഈ ബ്രഷ് വെച്ചിട്ടും ഒരെണ്ണം ഈ ബ്രഷ് വെച്ചിട്ടും ചെയ്യും. ഓക്കെ, ഞാൻ തീരുമാനിച്ച കളറ് എടുക്കുകയാണ്. എനിക്കൊന്നും കാണാൻ പറ്റും, കുറച്ചേ എടുത്തിട്ടുള്ളൂ. കണ്ണടക്കല്ലേ, ഞാൻ ഫുള്ള് റിലാക്സ് ചെയ്ത് പിടിക്കും. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ യൂണിഫോമായിട്ടായി വരുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല വൃത്തിയോടെ വരും. അപ്പോൾ കുറച്ചുകൂടി ഇട്ടിട്ട് യൂണിഫോം ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് യൂണിഫോം ആയിട്ടുള്ള സ്ട്രെങ്ത് കൊണ്ടുവരാനാണ് എല്ലാവർക്കും. പക്ഷേ കണ്ണിൻ്റെ നടുഭാഗത്ത് കുറച്ച് സ്ട്രെങ്ത് കൂടുകയും സൈഡിൽ കുറച്ച് സ്ട്രെങ്ത് കുറയുകയും ചെയ്തു. പക്ഷേ ബ്രഷ് ഇട്ട് തേക്കുമ്പോൾ ഏകദേശം ഒന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് എല്ലാവരും. കണ്ട് മതി, പതുക്കെ. ഓക്കെ, ഇതിനും കൂടുതൽ അഭ്യാസങ്ങൾ കാണിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ പക്ഷെ കാണുന്നില്ല, ക്യാമറയിൽ പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അത് മതി. അപ്പോൾ ക്യാമറയിലാണല്ലോ മെയിൻലി എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്രഷ് എൻ്റെ ഹൈപ്പോത്തസിസ് പ്രകാരം അത്ര വലിയ വർക്കൊന്നും ആവുന്നില്ല. അപ്പോൾ യൂണിഫോമായിട്ട് വരണം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇങ്ങനത്തെ ബ്രഷ് ആയിരിക്കും. ഞാൻ എപ്പോൾ എടുത്താലും നടുക്ക് ഭാഗം ഭയങ്കര പെയിൻറ്റ് വരികയും സൈഡിൽ തീരെ പെയിൻറ്റ് കുറവ് വരികയും. അപ്പോൾ ഇനിയിപ്പോൾ നടുക്ക് ഭാഗത്തെ പെയിൻറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സൈഡ് മാത്രം കുറച്ചൊന്ന് വരച്ച് കുറച്ചൊന്ന് ബ്രഷിൻ്റെ ഈ സൈഡിലൊക്കെ ആയി കുഴപ്പമില്ല. പിന്നെ യൂണിഫോം ആക്കാൻ എനിക്കൊന്നും പറ്റുന്നില്ല ഈ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ശക്തി കൂടിയിട്ട് അങ്ങനെ തേക്കാൻ പോവാണ്. ഇനി ഇപ്പോൾ പ്രശ്നം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തി. എന്നിട്ട് മൈ ട്രസ്റ്റി ക്രിസ്റ്റിങ് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. ദൈവം രക്ഷിക്കും എന്നെ എല്ലാത്തിലും പ്രതീക്ഷിച്ച് കണ്ണ് റിലാക്സ് ചെയ്ത്. ഓക്കെ, ആ ഭാഗങ്ങൾ ശരിയില്ല. ഇനി ഒന്നും മറ്റേ ബ്രഷ് തന്നെയായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ
കണ്ടു മുറിച്ചതോടെ ഒരു മിനിറ്റ്. ഈ ബ്രഷിലത്തെ കുറച്ച് എക്സ്ട്രാ വന്ന പാലറ്റ് എടുത്ത് ഞാൻ മറ്റേ ഈ ബ്രഷിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കൂടിപ്പോയി എക്സ്ട്രാ ആയിട്ട്, അത് സ്പ്രെഡാക്കി പോയി ചെറുതായിട്ടൊരു പ്രശ്നം പറ്റി. പക്ഷെ കുഴപ്പമില്ല, എന്താ പറ്റിയേ? അത് കുറച്ച് എക്സ്ട്രാ കണ്ണിട്ട് അവിടെ നോക്കും. ഓ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്പ്രെഡായിട്ടുണ്ട്. യൂണിഫോം അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഡസൻ ലുക്ക് ദാറ്റ് ബാഡ്. ഇവിടെ ചെന്ന് ഞാൻ ഇട്ടാണ് ഇനി അതിൻ്റെ കൂടുതൽ പ്രശ്നം. ഓക്കെ, അപ്പോൾ പുരികം ചെയ്തു, കണ്ണിൻ്റെ ഈ ഭാഗം ചെയ്തു. അപ്പോൾ നാച്ചുറലി എൻ്റെ താഴേക്ക് പോകുമ്പോൾ ആണോ അത് നീ എടുത്തതല്ലേ? ഇനി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവില്ലേ? എന്നാ വേണ്ട. ഇതൊരു എന്താ ഇതൊരു കുഞ്ഞി ഗ്ലിറ്റർ പോലത്തെ സാധനമാണ്. അവിടെ ഇടുന്നോ? ഞാൻ ഓ ഇങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ എനിക്ക് തോന്നുന്നത് നല്ലോണം ഈസിയായിട്ട് സ്പ്രെഡ് ആക്കാൻ പറ്റുന്ന. യെസ്, അപ്പോൾ ഈ പല്ലറ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി. കണ്ടു പറഞ്ഞത് ഞാൻ ചെയ്യാനായി പാടില്ലായിരുന്നു ആ സാധനം. ഇവളായിട്ട് പറഞ്ഞതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നശിപ്പിച്ചാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല തൊടാനായിട്ട്. അവനാദ്യം അതല്ലേ എടുത്തേ, അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് പറഞ്ഞു അറിയാതെ ഞാൻ ഇവിടെ ആക്കി. ഇവിടെ ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഈ ഭാഗത്ത് കുറച്ചായിപ്പോയി. പക്ഷേ ഞാനത് നമ്മുടെ ട്രസ്റ്റി സ്പഞ്ച് വെച്ചിട്ട് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സ്പഞ്ച് വെച്ച് തേക്കുമ്പോൾ എനിക്കങ്ങ് ബ്ലണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇത് ഭയങ്കര സ്പാർക്ലി വേണ്ട, സ്പാർക്ലി ഭയങ്കര പ്രത്യേകമാണ്. മറിയ ഞാൻ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പൊക്കെ വെച്ചോളെ. നിനക്ക് ഇഷ്ടാതല്ലേ പറഞ്ഞു ഇപ്പൊ? എന്ത് പറ്റി? ഈ പാലറ്റ് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അല്ല, ഇത് ഇടുന്നതിൻ്റെ പ്രശ്നമാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര മറ്റേതുപോലെയല്ല, പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇതൊരു പൊടി പോലെയാണ്, ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡ് ആവും. അങ്ങനെ എല്ലാവരും ഇവിടെ ഫെസിലിറ്റി അപ്പുറത്ത് വിടാം. ഇത് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഒരു കുഞ്ഞ് സാധനം കിട്ടിയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വാക്ക് ശരിയായില്ല. അത് പുരികത്തിൻ്റെ ഭയങ്കര അടുത്തേക്ക് പോയി. നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. മറ്റേ കണ്ണിന് അത്ര ശരിയായില്ല. അതിൻ്റെ ബ്രഷിൻ്റെ സ്ട്രോക്ക് വന്നപ്പോൾ അത് ഈ കണ്ണിൻ്റെ പുരികത്തിൻ്റെ അടുത്തേക്ക് അത് കയറിപ്പോയൊരു ഭാഗത്ത്. പക്ഷെ അത് വീഡിയോയിൽ അങ്ങനെ വീഡിയോയിൽ കാണാൻ പറ്റും. അവിടെ ഈ പുരികത്തിൻ്റെ എൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല അല്ലേ, സോറി എൻ്റെ വെല്ല് കാണാൻ പറ്റില്ല. ഈ പുരികത്തിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് കൂടിപ്പോയി. പക്ഷേ ഐ എം സ്റ്റോപ്പിങ് ഇറ്റ്. എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ചെയ്ത് കൊള്ളാക്കണം. ഈ മസ്കാര എനിക്ക് ഈ കൺപിലയുടെ ഭാഗത്ത് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ കുറച്ച് ചെയ്യുമ്പോൾ എനിക്ക് അധികം ശ്രദ്ധയില്ല. എൻ്റെ പേടി ഇവളുടെ കണ്ണിൻ്റെ അകത്തോട്ട് ഞാൻ കുത്തുമെന്നുള്ളതാണ്. അതെനിക്കും പേടിയുണ്ട്. എന്റെ കണ്ണിലോട്ട് എടുത്തിട്ട് ഇടിക്കുവാണ് ഈ സാധനം വെച്ചിട്ട്. അത് പിന്നെ കറക്റ്റ് ആണ്ടേ. എൻ്റെ കൺസീവ്മെന്റ് നോക്ക്. ഓ മൈ ഗോഡ്, സോ ഗുഡ്. എന്താ ഐലൈനർ ഇടാം. ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും പേടി. കറക്റ്റായിട്ട് എങ്ങനെ ഐലൈനർ ഇടുന്നുള്ളത് എനിക്ക് വലിയ പൊടിയൊന്നുമില്ല. ഫുൾ ഐ ഇടണം, നിന്റെ ഇഷ്ടം. ഞാൻ കണ്ണ് തുറക്കണോ അടയ്ക്കണോ എങ്ങനെ വേണം? കണ്ണ് അടയ്ക്കണ്ട, ഇത് അടക്കില്ല, ശരിയാവില്ല, ഇത് ശരിയാവില്ല. കണ്ണടച്ച് നോക്കാം. നോ ഇതെന്താ ഇതിന് ശരിയാവില്ല. ഞാൻ നല്ല വൃത്തിയേടായി, ഭയങ്കര വൃത്തിയേടായി, കട്ട വൃത്തി. ഇത്രയും നേരം നല്ല രീതിക്ക് പോകുന്ന സാധനം
എനിക്കറിയാവുന്നത് കണ്ണിൻ്റെ ഭാഗം എത്തുമ്പോൾ കംപ്ലീറ്റ്ലി സീനാവുന്നു. ഇതിപ്പോൾ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ അത് പടരുകയും ചെയ്യും. ഞാനിപ്പോൾ എന്താ ചെയ്യണമെങ്കിൽ ഐഡിയ. ഓക്കെ, ഞാനത് വിടാൻ പോകും. ഈ ഭാഗം നമ്മൾ കാണുന്നില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇത് ഐലൈനറിനായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി. എൻ്റെ കംപ്ലീറ്റ് ഇത് ഓക്കെ. എന്നാൽ ഐ ലൈനർ ഇടാൻ പറ്റിയില്ലെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് മറ്റേ സാധനം ട്രൈ നോക്കാം. ആ നമസ്കാരം. ഇത് എനിക്കറിയാം. ഇത് മറ്റേ കൺപീലിയുടെ നീളം കൂട്ടാനായിട്ടോ കൂട്ടുന്ന രീതിയിൽ കാണിക്കാനോ അങ്ങനെ എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ കൺപീലിയുടെ താഴെ നമ്മളുടെ മുകളിൽ താഴെ നിന്നിട്ട് കഴിഞ്ഞാൽ മറ്റേ കണ്ണിൽ കൊള്ള സ്ഥലത്ത് കുറച്ച് സ്ഥിതിക്ക് ഞാൻ സേഫ്റ്റിക്ക് മോളിങ് ഇടുന്നുള്ളൂ. അതായിരിക്കും എനിക്ക് നല്ലത്, എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഇത് പിടിച്ച് കൺപീലിയുടെ ഓക്കെ ആവുന്നുണ്ട്. നീളം കൂടുന്നുണ്ട് കൺപീലിയുടെ. നോട്ട് പെർഫെക്റ്റ് ബട്ട് സംഭവം കറക്റ്റായിട്ട് നല്ല നീളം വെച്ചിട്ടുണ്ട്. ഇതും ഇടന്ന് ചെറുതായിട്ടൊരു സ്കില്ലായി. ഒന്നുകൂടെ വരുമ്പോൾ എൻ്റെ പ്ലേസ്മെൻറ്റ് ചില സ്ഥലത്ത് കറക്റ്റായിരുന്നു. അപ്പോൾ അത് കാരണം മസ്കാരയുടെ കുറച്ച് ബ്ലാക്ക് സംഭവങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ എടുക്കുന്നത്? ഈ കണ്ണിൻ്റെ ഭാഗം തീരെ ശരിയില്ല. ഓക്കെ, പ്രശ്നമായി കണ്ടിന്യൂ കുറച്ച്. ഓക്കെ, ഇത്ര നേരം കുഴപ്പമില്ല. ഈ മൂക്കിൻ്റെ സാധനം അതിന് കോണ്ടൂർ വേണം. അത് ഞാൻ ഓൾറെഡി ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു സാധനം കണ്ടു. ഇറ്റ് സേസ് ഹൈലൈറ്റ് ആൻഡ് കോണ്ടൂർ സ്റ്റിക്ക്. പക്ഷേ ഇതിൽ ഏത് ഭാഗമാണ് ഹൈലൈറ്റ് ഏത് ഭാഗമാണ് കോണ്ടൂർ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഡാർക്ക് ഭാഗമാണ്, ഇതൊരു ലൈറ്റ് ഭാഗമാണ്. പക്ഷേ എഴുത്തിൻ്റെ അവിടെ ഹൈലൈറ്റ് ഈ സൈഡിലും കോണ്ടൂർ ഈ സൈഡിലുമാണ്. അപ്പോൾ എൻ്റെ ലോജിക്ക് അതാണ്, ഇതായിരിക്കും കോണ്ടൂർ. അപ്പോൾ കോണ്ടൂർ ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് അയ്യോ അതെ ഉണ്ട്. ഇതിനി എങ്ങനെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഒരു ഈ ബ്രഷ് എടുത്ത് നോക്കാം. കോണ്ടൂർ ചെയ്യുന്നത് മൂക്കിൻ്റെ ഷേപ്പ് വരാനാണ് എൻ്റെ ഊഹം. അപ്പോൾ എൻ്റെ ഒരു തിയറി വെച്ചിട്ട് കോണ്ടൂർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഫീൽ വരണമെങ്കിൽ ഈ ഭാഗത്തെ കളറ് ബാക്കി എല്ലാ ഭാഗത്തിനേക്കാളും കുറച്ച് ബ്രൈറ്റ് ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് കാണുന്ന ആൾക്ക് ചിലപ്പോൾ ഈ ഭാഗം ഡിഫൈൻഡ് ആയിട്ട് തോന്നാൻ തോന്നുന്നു. അപ്പോൾ നോക്കട്ടെ, ഈ കോണ്ടൂറിൻ്റെ കളറ് അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു. ഇത് മറ്റേ പൗഡർ കൂടിപ്പോയൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഏതെങ്കിലും എന്നാൽ മറ്റേ കളർ കൊണ്ടുപോയിട്ടാലോ. ഞാനിപ്പോഴത്തെ ലൈറ്റ് കളർ കൊണ്ടുപോയിട്ടാണ്. എന്നാൽ കുറച്ച് ഇത് ഡാർക്ക് കളർ അതിൻ്റെ മിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, വല്ലതും പറ്റിയോട് പറ്റി, അതുകൊണ്ട് ആ കളർ വ്യത്യാസം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോഴേക്കും ഇത് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് ഈ ഭാഗം ഡിഫൈൻഡ് ആയിട്ട് വരുമ്പോൾ ഇവിടെ വെച്ച് നിർത്താനാണ് അതിൻ്റെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
കോണ്ടൂറിങ് ഒന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഞാൻ വലിയ കുളമാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ. അതെ അതെ, ഇത്രയും ചെയ്തതിൽ സാമാന്യമായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഇടുന്നത്? ഇവിടെ ഓ ഓ ഓ ബ്ലഷ്, സോറി, അത് ഞാൻ ഇവിടെ എവിടെയാണ് കണ്ടത്. ഇതാ ലിക്വിഡ് ബ്ലഷ്. ലിക്വിഡായ സ്ഥിതിക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എൻ്റെ കയ്യിലൊന്നും നോക്കിയിട്ട് പോകാം. ഇത് കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇത് കയ്യിൽ തന്നെ ചെയ്യുമ്പോൾ അത് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ കവിളിൻ്റെ നമ്മൾ ബ്ലഷ് തോന്നിക്കേണ്ടത് ഏകദേശം ഇങ്ങനെ കവിളിൻ്റെ അറ്റം, ഏറ്റവും അറ്റത്ത് നിന്ന് ഞാൻ ഇടാനുള്ള പ്ലാൻ. അവിടെ നിന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. കുറച്ച് കഴിഞ്ഞ് ഇത് കുറച്ച് കൂടിപ്പോയി, ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ബ്ലഷ് വന്ന പോലെ ഒരു ഫീൽ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പ്ലാൻ കൈ കൊണ്ട് മാത്രം നേരെ ഇടാതെ കയ്യിൽ കുറച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് നേരത്തെ എടുത്തതിൻ്റെ ഏകദേശം പകുതിയേ ഉള്ളൂ. ഇതൊരു കറക്റ്റ് കളറാവുന്നതാണ് എൻ്റെ ഒരു. ഇപ്പോൾ ഒരു നാച്ചുറലായിട്ട് ബ്ലഷാന്ന് തോന്നണമെങ്കിൽ ഭയങ്കര കളർ ഡിഫറൻസ് തോന്നുന്നത് ഒരു ഗ്രേഡിയൻ്റ് പോലെ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടി പിന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് വരണം. അത്രയ്ക്ക് ടെക്നിക്കലായിട്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പിന്നെയാണ് ഇവിടെ ഇതേപോലെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ 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 ഐ ഡിസേർവ് ദാറ്റ്. ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലഷ് ടു കോണ്ടൂറിങ് എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ കോണ്ടൂർ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ കളറ് കറക്റ്റ് കോണ്ടൂറിങ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അവളുടെ മൂക്ക് കുറച്ച് ഡാർക്കായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ലൈറ്റ് കാണുമ്പോൾ. കാരണം ഇവിടെ സോറി ഈ ഭാഗത്ത് ഒരു റെഡ് കളറും നേരെ മൂക്കിനോട് വരുമ്പോൾ ഭയങ്കര ഡാർക്ക് അലർജിയാണ്. ഇനി എങ്ങനെ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അത് വിട്ടു കഴിഞ്ഞു. ഇനി അറിയാവുന്ന സാധനങ്ങൾ ഞാൻ കിടക്കാം. ലിപ്സിന് ആദ്യം എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ഇത് പ്ലംബിങ് ലിപ് ബാം അങ്ങനത്തെ സാധനങ്ങൾ അവസാനമായിരിക്കും വരുന്നത്. കാരണം ഇതിപ്പോഴായിട്ട് വലിയ കാരണമൊന്നുമില്ല. കാരണം സെയിം ആസ് മറ്റേ ഈ കണ്ണിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം വന്നത് ചിലപ്പോൾ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ലിപ്പിന് ഒരു ലിപ്പ് ലൈനർ ഉണ്ടോ ഈ സാധനം. ഇത് ലാക്മിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതെന്താ സംഭവം എന്നുള്ളത് കണ്ടിട്ട് ലിപ്പിലിടുന്ന സാധനം പോലെ ഉണ്ട്. പക്ഷേ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. വല്ല ഫാൻസി ടൈപ്പ് ലിപ്സ്റ്റിക്കാണെന്നാണ് എനിക്ക് പറഞ്ഞത്. പക്ഷേ നോട്ടെ, ഇവിടെ വേറൊരു സാധനമുണ്ട് ലിപ്പ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു സാധനം ഉള്ളത് ഈ ഇതൊരു മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളത് ഇത് ലിപ്പ് കോണ്ടൂർ എന്ന് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ അർത്ഥം ബൗണ്ടറി എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ബൗണ്ടറിയിൽ ഇങ്ങനെ വരയ്ക്കാനുള്ള സാധനം എനിക്ക് ഈ സാധനം അതിപ്പോൾ വേണ്ട. ഇതിവിടെ വേറൊരു സാധനമുണ്ട്, ഇതും ലിപ്സ്റ്റിക്ക്. ഇത് ലിപ്സ്റ്റിക്കാണ് ഫോർ ഷുവർ. അപ്പോൾ ഈ സാധനം ലിപ്സ്റ്റിക്കാണ് അവിടെ പറഞ്ഞിട്ട് എനിക്ക് ഉറപ്പായി. അപ്പോൾ ഇതും ലിപ്സ്റ്റിക്കായിരിക്കും. ഞാൻ അതേ ഇതായിരിക്കും ലിപ്സ്റ്റിക്ക്.
പക്ഷേ ഏത് ലിപ്സ്റ്റിക്ക് ഇടുന്നുള്ളത് ഇപ്പോൾ എങ്ങനെ തീരുമാനിക്കുന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ കളർ ഇങ്ങനെ കണ്ടുകൊണ്ട് അവളുടെ ചുണ്ടിലിടുമ്പോൾ ഇതേ കളറായിരിക്കണം എന്ന് എനിക്ക് അത്ര ഒരു ഉറപ്പൊന്നുമില്ല. തന്നെയല്ല ബ്രഷായ സ്ഥിതിക്ക് എനിക്ക് വലിയ കൺട്രോൾ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് താല്പര്യം ഇത് രണ്ടുമാണ്, അതേ സോളിനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കൺട്രോൾ കിട്ടുന്നതാണ് എനിക്ക് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് കുറച്ചുകൂടെ ഡാർക്ക്. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിനോട് ചേർന്ന് പോകുന്നത് ചിലപ്പോൾ ഈ കളറായിരിക്കും. അപ്പോൾ ഇത് വേണ്ട. അനക്കല്ലേ ആ ചെയ്ത് ഓക്കെ. ചെറുതായിട്ടൊന്ന് പാളിയുണ്ട് സൈഡിൽ, അത് നോക്കൊക്കെ. അറ്റം കുറച്ച് കൂടിപ്പോയി. എനിക്ക് ഇവിടെ വന്നപ്പോൾ തിക്നെസ് ഒന്ന് കൺട്രോൾ ചെയ്യണമായിരുന്നു, അത് പക്ഷേ എനിക്ക് പറ്റിയില്ല. പക്ഷേ നടുക്കിലത്തെ ഭാഗം എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. താഴേക്കും പോയിട്ടില്ല. ഇവിടെ മുകളിലത്തെ ഭാഗത്ത് ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ആയിട്ടില്ല. അപ്പോൾ ഞാനത് കൺട്രോൾ ചെയ്യാൻ നോക്കാം. എനിക്ക് തോന്നുന്നു മുകളിലത്തെ ഭാഗം ഇപ്പോൾ ഏകദേശം കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഈ ഭാഗം വരുമ്പോൾ ഇത് ഈ താഴത്തെ ഭാഗമായിട്ട് കറക്റ്റ് ഇങ്ങനെ ഒരു ലൈൻ പോലെ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനിയാണ് ഹിപ്പ് മൂസ്. ഞാൻ ആകെ കഴിയുള്ള മൂസ് എന്ന സാധനം ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊരു മൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ചോക്ലേറ്റ് മൂസ് എന്ന് പറയുന്ന പോലെ. ഇത് ഞാൻ വിചാരിച്ച പോലെ തന്നെ മാറ്റ് കളറാണ്. ഇത് ഇതിൻ്റെ കൂടെ ഇടണോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. കാരണം ഈ കളറിൻ്റെ കൂടെ ചേരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ ചെറിയൊരു പോർഷനിൽ കൊടുക്കാം. ഇത് ഭയങ്കര മാറ്റായിട്ടുള്ള ഫിനിഷ് കൊടുക്കാനാണെന്ന് തോന്നുന്നു എനിക്ക്. മറ്റേ മമ്മ ചെയ്യാൻ പറ്റുമോ ഒന്ന് കാണിച്ച്? അതിൻ്റെ കളറ് കുറഞ്ഞു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ വലിയ ഉപകാരമൊന്നും തോന്നുന്നില്ല. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഇതിനെ കളറിൽ ചെറിയ ചെറിയ വേരിയേഷൻ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റ് ഇടുമ്പോൾ ആ കളർ വേരിയേഷനൊക്കെ പോയിട്ട് യൂണിഫോം കളറാവുക ചെയ്യുക. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാം. ചെയ്ത് ഈ ഭാഗത്ത് മുകളിൽ ചുണ്ടിന് മുകളിൽ രണ്ടാണ്. ഓക്കെ. ഇനി ബൗണ്ടറിയിൽ എന്തായാലും മറ്റേ കോണ്ടൂർ എന്നുള്ള സാധനം നമ്മൾ വരയ്ക്കുന്ന സ്ഥിതിക്ക് ഞാൻ ആ ഭാഗത്തുള്ള വേരിയേഷൻസ് ഇപ്പോൾ ഇതാണ്. എനിക്ക് വരയ്ക്കാൻ തീരെ താല്പര്യമില്ല. വരയ്ക്കുന്നത് ഞാൻ ഭയങ്കര ഒട്ടയാണ്. ഓക്കെ, ഐ സ്റ്റാർട്ട്. ഭയങ്കര പൊട്ടയാണ്. ഇറ്റ് ഫെയിൽഡ് ഹൊറിബിളി. ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മുകളിലൂടെ അതേപോലെ വരയ്ക്കാൻ ശ്രമിച്ചിട്ട് ഈക്കോ ആകാൻ പറ്റുമോ നോക്കാം. നല്ല വൃത്തികേടായി, ഭയങ്കര വൃത്തികേടായി. അപ്പോൾ ഞാൻ ഇതിടുന്നില്ല, ഇത് ശരിയാവില്ല, ട്രൈ ചെയ്യാം. എനിക്ക് വരയ്ക്കാൻ ഞാൻ ഫെയിൽ ആയതിലൊക്കെ മനസ്സിലായത്, കണ്ണിൽ തന്നെ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വരയ്ക്കാൻ ഞാനത് കളയാൻ പറ്റുമോ നോട്ടെ. ഇല്ല, അത് പെർമനൻ്റ് ആയിട്ട് സ്റ്റിക്ക് ആയതുകൊണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബോൾഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. It failed horribly. ഇതിൽ ഞാൻ അത് ബ്ലഷാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ലിപ്പിന് മുകളിലോട്ട് ബ്ലഷായിട്ട് അറ്റ്ലീസ്റ്റ് അത് യൂണിഫോം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തേക്കാളും ഭംഗി കുറവായിരിക്കും, പക്ഷേ നേരത്തേക്കാളും ഭംഗി കുറച്ച് കൂടും. അപ്പോൾ അതിനെല്ലാവർക്കും മനസ്സിലാക്കി ചെയ്യുന്നു.
നേരത്തെ നല്ല പക്ക കോമാളി ടൈപ്പ് സ്റ്റൈലായിരുന്നു. അപ്പോൾ ഇപ്പം അത് സ്പ്രെഡ് ചെയ്തപ്പോൾ ഏകദേശം ആ ഒരു എന്താ വൃത്തികേട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിതിക്ക് ഞാൻ ഇനി താഴെ ഇടാൻ പോകുന്നില്ല, വെറുതെ ഇവിടെ ആരും എടുത്തിടിച്ചത് പോലെ ഉണ്ട്. അതെ, ഗവൺമെൻറ്റാണെങ്കിൽ വെറുതെ വെച്ചിട്ട് കുറച്ച് സംഭവം അത് വീണ്ടും അതിനെ ഗ്ലോസി ആക്കുകയാണ് ചെയ്യാൻ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ മൂസ് ഇട്ടിട്ട് മാറ്റ് ആക്കിയിട്ട് ഇപ്പം നീ സാധനമായിട്ട് ഗ്ലോസി ആക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഇത് വെറുതെ ലിപ്സ്റ്റിക് തന്നെ ഇട്ട് വെച്ചാൽ മതി, ഒരു ആവശ്യമില്ല വെറുതെ ഈ 2 എണ്ണം അതിന് വേണ്ടി. ഇതിപ്പോൾ പഴയ ലുക്കായി. എന്തിനാണ് ഇപ്പോൾ ചെയ്തതെന്ന് തന്നെ എനിക്ക് ഇതില്ല. പക്ഷേ സാധനം കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ മൂസ് ഇട്ടുകൊണ്ടാണ് മറ്റേ കളറ് യൂണിഫോം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതായിരിക്കും ഇതിങ്ങനെ ചെയ്യാൻ കാരണം. ഇതൊക്കെ എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനൊന്നും ആയിരിക്കില്ല. ഏകദേശം അതേ എമൗണ്ട് തന്നെ എടുത്തിട്ട് പല്ലിലായിരുന്നു ഈ പല്ലിൽ നിറച്ച് ഈ താഴത്തെ ഭാഗത്ത് എങ്ങനെയാണ് സ്പ്രെഡായി മനസ്സിലാവുന്നത്. ഈ ഭാഗത്ത് കുറച്ച് സ്പ്രെഡായിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത് കളയാൻ നോക്കാം. സ്പോഞ്ചാണ്. യെസ്, ഇവിടെയുള്ള എല്ലാ സാധനവും പോയി. ഞാൻ അവിടെ ഇവിടെയുള്ള സാധനം സ്പ്രെഡ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇറ്റ് ലുക്സ് ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. ലൈറ്റ് നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്, ലിപ്പ് ചെയ്തു. കണ്ണ് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ തൊടുന്നില്ല ഭാഗം. മൂക്കിൻ്റെ കോണ്ടൂർ എനിക്കിത് ചെയ്യാറില്ല. ഓക്കെ, ദിസ് ഇസ് മൈ ഫൈനൽ. എൻ്റെ ഫാഷൻ സെൻസ് ഭയങ്കര മോശമാണ്. എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മേക്കപ്പിൽ ഇതില്ല, ആക്സസറീസ് ഇല്ല. എനിക്ക് ആക്സസറീസ് വേണം, കമ്മലിട്ട് തന്നാൽ മതി, അത് മതി. എനിക്കെപ്പോഴും സെയിം കളറ് പോലെയാണ് തോന്നുന്നത്. കാരണം മുടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. എനിക്ക് അത്ര വലിയ ഇതൊന്നും പിന്നെ താഴേക്ക് കിട്ടുന്നത്. ലുക്സ് വെരി ബാഡ്. പക്ഷേ കമ്പനി എനിക്ക് ബാക്കിയുള്ള കളർ ഈ കളറൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളതൊരു മൾട്ടി ഇതുണ്ട്. ഫസ്റ്റ് ലെയർ മാത്രമല്ല, താഴോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, 3 ലെയർ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കമ്മലിലും റെഡ് കളർ വേണമെന്നുള്ളതില്ല. അതുകൊണ്ട് മുഖത്തിന് ഇഷ്ടം പോലെ റെഡി നാടകം കണ്ടിട്ട് ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥി ചെയ്ത പോലെ, 4ാം ക്ലാസ്സിൽ ചെറിയ കുട്ടി ചെയ്ത പോലെ ഉണ്ട് മേക്കപ്പ്. കണ്ണിൻ്റെ മതി എനിക്കറിയില്ല. ഐലൈനർ എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ നല്ല കുളമാക്കുന്നത്. പക്ഷെ ഞാൻ ഇത്രയും കുളം വിചാരിച്ചില്ല. കുഴപ്പമില്ല. ബാക്കി ബ്ലഷ് കുറച്ച് ഹാർഷാണെന്ന് എനിക്കറിയാം. ഭയങ്കര എന്താ സോഫ്റ്റ് ഗ്രേഡിയൻ്റ് ഒന്നും അല്ല. ഒരു ഇവിടെയൊക്കെ എത്തുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കളർ മാറുകയാണ്. വിച്ച് ലുക്സ് വെരി ബാഡ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡാർക്ക് സർക്കിൾസ്, ബ്ലാക്ക് മാർക്സ് കവർ ചെയ്തത്. അത് ശരിക്കും കൊള്ളായിരുന്നു കേട്ടോ. വേറെ ഐബ്രോ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുടിന്ന് മാറ്റി ശരി. ഓക്കെ, വലിയ കുഴപ്പമൊന്നും പറയില്ല. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ ആദ്യത്തെ മേക്കപ്പ് അറ്റംപ്റ്റാണ്. കണ്ണ് സീനായി അത് ഒഴിക്കാം. പക്ഷെ കണ്ണ് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേക്കപ്പ് ഏതാ? ചുണ്ട് കുഴപ്പമില്ല. ചുണ്ടിൽ തോന്നുന്നു അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. നെറ്റിയുടെ ഭാഗം കറക്റ്റ് കളറൊക്കെ ഭയങ്കര വ്യത്യാസം നോക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് ഡാർക്ക്, ഇവിടെ ഭയങ്കര ബ്രൈറ്റായി, ഇവിടെ വീണ്ടും ഡാർക്ക്, ഇവിടെ വീണ്ടും ഭയങ്കര ബ്രൈറ്റ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെയൊന്നുമല്ല മേക്കപ്പ് എനിക്കറിയാം. പക്ഷേ അതെ, ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഈ കണ്ണിൻ്റെ ഭാഗത്തുള്ള ഭയങ്കര സീനായത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗം കാണുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല.
നമസ്കാരം. ഞാൻ എത്ര റേറ്റിംഗ് കൊടുക്കും അശ്വിന് ഈ ഒരു മേക്കപ്പ് ലുക്കിന്? ഞാനൊരു ആദ്യമായിട്ടല്ലേ ചെയ്ത ഒരു 6 ഔട്ട്. എന്ത് എന്ത് സോളിഡ് 9.5 നോ നോ ഫസ്റ്റ് ടൈമർ. അതെ, ജീവിതത്തിൽ ഇതിനായിട്ട് പ്രശ്നം. പക്ഷെ എൻ്റെ അപ്രോച്ച് കഴിഞ്ഞു കറക്റ്റില്ല, സയന്റിഫിക്. ചില തെറ്റുകളൊക്കെ ഉണ്ടായി കേട്ടോ. ലിപ് ബാം എടുത്ത് ലാസ്റ്റ് ഇട്ടതും ഒക്കെ. ലിപ് ബാം ഒക്കെ ആദ്യം ഇടട്ടെ. നമ്മള് ലിപ്സിനെ പ്രിപ്പയർ ചെയ്യുവാണ്. ഞാൻ വെച്ച് ലിപ് ബാം തുടങ്ങി അവസാനം ഇട്ട് പ്രൈമർ ഇടാൻ മറന്നു. ഈ പ്രൈമർക്ക് ഫിനിഷിംഗ് ഒന്നും വായിച്ചിട്ട് അത് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ടു. പ്രൈമർ ആദ്യം ഇടണം. മോയ്സ്ചറൈസർ ഫിനിഷർ എന്നാണ് പേരിടുക. അതൊരു സംഭവം. ഇതൊരു മതി എന്താ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് രാത്രി കഴിക്കുന്ന പോലെ ഉണ്ട്. എയർ ബ്രഷ് ഫിനിഷ് അത് ഞാൻ കണ്ടില്ല. ഞാൻ ജസ്റ്റ് ഫിനിഷ് ഇപ്പൊ മനസ്സിലായി. എയർ ബ്രഷ്. ഓക്കെ, അപ്പൊ ശരി. Pisa out.